ഹലോ അസ്സലാമു അലൈക്കും. ഇതൊക്കെ എല്ലാവരുടെ വിശേഷങ്ങളും സുഖമല്ലേ? നമുക്കിവിടെ സുഖമാണ് കേട്ടോ, അൽഹംദുലില്ലാ. അപ്പോൾ നമ്മളിപ്പോൾ ഇന്നത്തെ രണ്ടാമത്തെ നോമ്പത്തൂറായിട്ടാണ് കാണിക്കണത്. പത്തിരി ഇറച്ചിയൊക്കെ ഇപ്പോൾ എന്നും എല്ലാവരും എന്നും ഉണ്ടാക്കണേ, കാര്യമായിട്ട് കാണിക്കാനൊന്നുമില്ല. എന്നാലും ഇതിൽ കുറച്ചൊക്കെ ഉൾപ്പെടുത്തുന്നുണ്ട്. കാര്യമായിട്ട് നമ്മൾ പൊരി ഉണ്ടാക്കണം കേട്ടോ കാണിക്കണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മൾ ഒരു മുട്ട ഒഴിച്ചു, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് തൈര്, കാശ്മീരി ചില്ലി ഇട്ടേക്കണത്. പിന്നെ അതിക്ക് ചതച്ച മുളക് ഉണ്ടാവുമല്ലോ, അത് കുറച്ചിട്ടു, ഉപ്പ് എല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്തിട്ടോ. പിന്നെ കുറച്ച് സോയാ സോസും ഇതിലേക്ക് ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ എന്നും പറയണ പോലെ നമ്മളെ വീഡിയോസ് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് അടിക്കണം, ലൈക്ക് അടിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് ആർക്കും ഒരു നഷ്ടം വരില്ല. ലൈക്ക് അടിക്കണം എല്ലാവരും. പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ സമൂസൻ്റെ ഷീറ്റ് ചെറുതായി കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇത് പല രീതിയിൽ നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ, ചെറുതാക്കി കട്ട് ചെയ്യുക. പിന്നെ ഇതൊക്കെ ഉണ്ടാക്കിയതിൻ്റെ ശേഷം നിങ്ങൾ കമൻറ്റ് എന്തായാലും ചെയ്യണം കേട്ടോ. കമൻറ്റ് എല്ലാവരും അഭിപ്രായങ്ങളും അറിയിക്കണം. ഇപ്പോൾ സീറ്റൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞ് അതിക്ക് കുറച്ച് കോൺഫ്ലവർ ഇട്ടുകയാണ് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ പിന്നെന്താ അത് റോൾ ചെയ്തെടുക്കുക. ചിക്കൻ ഉണ്ടല്ലോ, നമ്മൾ പിന്നെ മസാലയൊക്കെ ആക്കി വെച്ച ചിക്കന് റോൾ ചെയ്തെടുത്തിട്ട് നമ്മൾ എണ്ണയ്ക്ക് ഓരോന്നോരോന്നായിട്ട് വെച്ചാണ് പൊരിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ എണ്ണ മുക്കി പൊരിക്കണ്ട. നമ്മൾ മീനൊക്കെ പൊരിച്ചണ മാതിരി ഇങ്ങനെ കുറച്ച് എണ്ണ വെച്ചിട്ട് ഇങ്ങനെ തിരിച്ചും മറിച്ചിട്ട് കാണ്ടുള്ള ഇതാണ് കേട്ടോ. ചിക്കൻ നല്ല നന്നായി വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ പൊരിക്കടിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. അതൊന്നും മോളെ പിന്നെ ഡ്യൂട്ടിയാണ്, പൊരിക്കടി ഉണ്ടാക്കലൊക്കെ ഓളാണ് ചെയ്തേക്കണത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ പത്തിരി പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. സാധനം ചുടലൊക്കെ കഴിഞ്ഞു തുടങ്ങി. പിന്നെ ഇന്നിപ്പോൾ പട്ടാണിക്കറിയാണ്, പത്തിരിയും പട്ടാണിക്കറിയും, പിന്നെ കുറച്ച് ബീഫും ഉണ്ട് കേട്ടോ. ഇന്നത്തെ ഡിഷ് അതാണ്.
അപ്പോൾ ചായയും കടിയും ഒക്കെ ആയി. പട്ടാണിക്കറിയും പത്തിരിയും പിന്നെ ഇറച്ചി വരട്ടിയതും പിന്നെ പൊരിയും ജ്യൂസും ഇതൊക്കെ ഉണ്ടിട്ട് ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പരന്ന പാത്രങ്ങളൊക്കെ എടുത്ത് മൂറയൊക്കെ ഇട്ട് എന്നിട്ട് വേണം പരിചയക്കുള്ള ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കാൻ. പിന്നെ ഇറച്ചിക്കറി ആയാലും പട്ടാണിക്കറി ആയാലൊക്കെ തേങ്ങ അരച്ച് വെച്ചാൽ വേറൊരു ടേസ്റ്റാണ്. ഇപ്പോൾ ഇവിടെ തേങ്ങ അരച്ച് ഇഷ്ടമില്ലായില്ല, പക്ഷെ എന്നാലും അതിനേക്കാളൊക്കെ ഇഷ്ടം ഓൽക്ക് ഇങ്ങനെ വെക്കണതാണ് കേട്ടോ, തേങ്ങ അരക്കാതെ വെക്കണതാണ്. പിന്നെ കറി വെക്കുമ്പോൾ എന്താ വാട്ടിക്കാണ്ട് ഞാൻ കമൻറ്റിൽ കണ്ടു കേട്ടോ. എനിക്ക് കറി വാട്ടിക്കാണ്ടൊക്കെ വെക്കലുണ്ട്, പക്ഷെ വാട്ടിക്കാണ്ട് വെക്കുമ്പോൾ എന്താ പറയുക, കുഞ്ഞാണിക്കൊന്നും അല്ലാതെ എണ്ണയൊന്നും അല്ലാതെ കഴിക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ വാട്ടിക്കാണ്ടാകുമ്പോൾ എന്തായാലും കുറച്ച് എണ്ണ ഒഴിക്കണത്. അപ്പോൾ ഇങ്ങനെ വെച്ചാൽ എന്താ വെച്ചാൽ ഓൽക്ക് അത് കുറച്ചെടുത്ത് മുക്കി വെച്ചതിൻ്റെ ശേഷം നമുക്ക് ഉള്ളി അരിഞ്ഞുകാണ്ട് തൂമിച്ച് ഒഴിച്ചാൽ മതിയല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ വെക്കട്ടെ. ഞാൻ സാധാരണ വാട്ടിക്കാണ്ട് തന്നെ ഉണ്ടാക്കൽ, പക്ഷേ എണ്ണ പള്ളയിലാവണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ ഒരു വെപ്പ് വെക്കണത്. അങ്ങനെ വെച്ചാൽ ഭയങ്കര ടേസ്റ്റാണ്. അഭിപ്രായം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ അങ്ങനെ ചെയ്യലും ഉണ്ട്. ഇപ്പോൾ 2 നോമ്പായിട്ടോ അൽഹംദുലില്ലാ. 2 നോമ്പും ഭയങ്കര സന്തോഷത്തിലും റാഹത്തിലുമാണ്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. എല്ലാവർക്കും നോൽക്കാനും മക്കളുടെ ആരോഗ്യം അത് തരും ചെയ്യട്ടെ. എന്തായാലും ക്ഷീണമൊക്കെയാണ്, ഭയങ്കര ക്ഷീണമൊക്കെയാണ്. പിന്നെ ഞാൻ കൂകപ്പൊടി എല്ലാവർക്കും വേണമെന്നൊക്കെ ഞാൻ ചോദിച്ചിരുന്നു കേട്ടോ എല്ലാവരോടും. പിന്നെ കൂകപ്പൊടി ഇവിടെ ഇല്ല, നമുക്കുള്ളതല്ല. അപ്പോൾ ഒരു താത്ത എന്നോട് പറഞ്ഞത് എനിക്ക് കച്ചവടമാക്കി തന്നാൽ എനിക്ക് ഞാൻ കുറച്ച് കൂകപ്പൊടി ഉണ്ട് പറഞ്ഞതായിരുന്നു. അപ്പോൾ ഞാൻ എല്ലാവരോടും ഇങ്ങനെ ചോദിച്ചിരുന്നു ആർക്കെല്ലാം ആവശ്യക്കാരുണ്ടോ. അപ്പോൾ താത്താൻ്റെ വീട്ടിൽ തന്നെ ഇഷ്ടംപോലെ കൂകപ്പൊടി ഉണ്ട് കേട്ടോ, കുകണ്ട്. അപ്പോൾ താത്താൻ്റെ കാക്ക ഇങ്ങനെ കളച്ചു കൊടുക്കും. താത്ത അത് മില്ല് കൊണ്ടുപോയിക്കാണ് നല്ലോണം അരച്ചു കൊടുത്തുകൊണ്ട് വീട്ടിലങ്ങനെ ഉണ്ടാക്കി ഉണക്കി പൊടിച്ചതാണ് കേട്ടോ. അപ്പോൾ എന്നോട് പറഞ്ഞു അങ്ങനെ ചെയ്താൽ എൻ്റെ ഗ്രൂപ്പിലും എല്ലായിടത്തോടെ ഷെയർ ചെയ്തുകൂടെ, എനിക്ക് യൂട്യൂബൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ ഞാൻ പറഞ്ഞൂടെ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ എല്ലാവരോടും പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കണോണ്ട് ആരും വലിയ ആവശ്യക്കാരൊന്നുമില്ല. അപ്പം ഞാൻ എനിക്ക് കുറച്ച് കൂകപ്പൊടിയൊക്കെ തന്നീന് താത്ത. അപ്പോൾ അത് ഞാൻ എന്നും രാത്രി പിന്നെ കുറച്ച് തിളപ്പിച്ച് വെക്കും കേട്ടോ. രാത്രി കിടക്കാൻ നേരത്തെ ഒരു ഗ്ലാസ് എല്ലാവരും കുടിച്ചും പിന്നെ അതേമാതിരി പെലച്ചൊക്കെ ഒരു ഗ്ലാസ് കുടിച്ചു കിട്ടും. അങ്ങനെ ആയാൽ വലിയ ക്ഷീണം ഉണ്ടാവില്ല. നമ്മൾ മൂത്രപ്പഴുപ്പ് ഇതൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടും. നമുക്കുള്ളത് കൊണ്ടല്ല, പുറത്തുനിന്ന് വാങ്ങിക്കാണ്ട് എന്തായാലും ഇപ്പം നമുക്ക് കഴിയൂല, അത്രയും വിലയാണ്. 1600 ഉണ്ട് ഇപ്പോൾ ഒരു കിലോ കൂകപ്പൊടിക്ക്. പക്ഷെ താത്താൻ്റെ വീട്ടിലുള്ളതുകൊണ്ട് താത്താക്ക് നഷ്ടങ്ങളൊന്നുമില്ലല്ലോ, വീട്ടിൽ തന്നെ ഉണ്ടാവണതല്ലേ. അപ്പോൾ താത്ത 1000 രൂപയ്ക്ക് തരാമെന്ന് കേട്ടോ പറഞ്ഞത്. ഇനി ആർക്കെങ്കിലും ഇങ്ങനെ 1000 ഉറുപ്പ്യക്ക് കിട്ടുക പിന്നെ നല്ല ലാഭമാണ്. ഒരു പിന്നെ കെമിക്കലും ഇല്ല കേട്ടോ, ഒരു പുളപ്പൊടിയോ അരിപ്പൊടിയോ ഒന്നും അതിൽ കൂട്ടി ചേർക്കണില്ല. പിന്നെ ഹെൽപ്പ് ചെയ്യാൻ ഞാൻ പോവലുണ്ട് താത്താക്ക് വേണ്ടിയിട്ട്. പിന്നെ ഇങ്ങനെ ഉണ്ടാക്കണം ഹെൽപ്പ് ചെയ്യാൻ വിളിക്കുമ്പോൾ അങ്ങനെ പോവലുണ്ട്. അപ്പോൾ ഞാനാണ് അതിൻ്റെ ഗ്യാരണ്ടി പറയണേ. അപ്പോൾ അതുകൊണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ പറഞ്ഞാൽ എത്തിച്ചു തരാം കേട്ടോ. ആവശ്യക്കാരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി വേണമെന്നുള്ളത്. അപ്പം ഞാൻ അതിൻ്റെ ഫുൾ വിവരങ്ങൾ താത്താൻ്റെ നമ്പറും കാര്യമൊക്കെ ഞങ്ങൾക്ക് തരണ്ട കേട്ടോ. പിന്നെ നമ്മൾ ABC ചോദിച്ചിനോ കിറ്റ് കിട്ടിയോ എന്നുള്ളതൊക്കെ കേട്ടോ. കിറ്റ് കിട്ടിയിട്ടോ അൽഹംദുലില്ലാ, സന്തോഷം. നമ്മളിവിടെ മഹലിൽ പിന്നെ ഒരു വിധം ആൾക്കാർക്കൊക്കെ കിട്ടും കേട്ടോ. ഒരു വിധം എല്ലാ വർഷവും കിട്ടേണ്ടതാണത്, അങ്ങനെ കിട്ടലുണ്ട് കേട്ടോ. അങ്ങനെ കിട്ടി, അതുകൊണ്ട് തന്നെ ഉണ്ട് ഇപ്പോൾ നമ്മളിങ്ങനെ പിന്നെ സാധനങ്ങളൊക്കെ എല്ലാ സാധനവും കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടി ഓരോരോ വീഡിയോയിലൊക്കെ ഓരോരോ ഗിറ്റ് കിട്ടിയത് ഇങ്ങനെ ഓരോരുത്തർ കാണിക്കണമൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ഞാൻ പിന്നെ കാണിച്ചിട്ടില്ല. അത് കണ്ടപ്പോഴാണ് എനിക്ക് പിന്നെ ആ ഗിറ്റൊക്കെ പൊട്ടിച്ചൊക്കെ സാധനമൊക്കെ ആൾക്കാരൊക്കെ ഇട്ടച്ചില്ലേ. എന്നതിൻ്റെ ശേഷം വീഡിയോസൊക്കെ കാണാം. അപ്പോൾ എനിക്കും തോന്നി അങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്നൊക്കെ തോന്നി കേട്ടോ. ഇനിയിപ്പോൾ പറ്റൂലല്ലോ. കുറച്ച് ബീഫ് ഉണ്ടായിരുന്നു കേട്ടോ, നല്ലോണം വരട്ടി അത് തൂമ്പിച്ച് കണ്ടെടുക്കുകയാണ്. അപ്പോൾ കറി പിന്നെ ഇങ്ങനെ വരട്ടിയ ബീഫും പത്തിരിയും കുത്തി തിന്നാനാണ് ഓരോരുത്തർക്കും ഇഷ്ടം. ഇപ്പോൾ 2-3 ആൾക്കാരുള്ളവർക്ക് 4 വിധമാണ്. അപ്പോൾ ആ രീതിയിലൊക്കെ എങ്ങനെ ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബാങ്ക് കൊടുക്കാൻ ടൈമായി തുടങ്ങിയിട്ടോ. അപ്പോൾ ഒക്കെ ടേബിൾമൊക്കെ കൊടുന്നേക്കട്ടെ. കുറച്ച് വെള്ളം ഒഴിച്ചൊക്കെ ഉണ്ട്. പിന്നെ ഒന്ന് ഈത്തപ്പഴ ജ്യൂസ് കേട്ടോ. ഈത്തപ്പഴമൊക്കെ നമുക്ക് കിട്ടിയ കിറ്റിലുള്ളതാണ്. ബാങ്ക് കൊടുത്തു, ഞാൻ നോമ്പ് തുറക്കുകയാണ്. ഓരോന്നും ഉൾപ്പെടുത്തണ്ടായിരുന്നു, പിന്നെ തന്നെ കാണിക്കുകയാണ്. ഈത്തപ്പഴമായിട്ട് ജ്യൂസ് അടിച്ച് പിന്നെ ആ വെള്ള കാണുന്നത് ലസ്സിയാണ് കേട്ടോ. അത് മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ എൻ്റെ കുഞ്ഞാണിക്ക്. അപ്പോൾ അതുകൊണ്ട് അതിന് ലസ്സിയാണ്. ഈത്തപ്പഴ ജ്യൂസ് ഉണ്ട്, പിന്നെ അതാ ബത്തക്ക ഉണ്ട്, പിന്നെ ആ പൊരി മയോണൈസും ഉണ്ടാക്കിക്കണേ കിട്ടാം. മയോണൈസിൽ കുത്തി തന്നാൽ ഭയങ്കര രസമുണ്ട്. ഞങ്ങളിതൊക്കെ കുടിച്ച് നിസ്കരിക്കാൻ പോട്ടെ. നിസ്കരിച്ച് കഴിഞ്ഞ് എന്നിട്ട് ചായ അടിച്ചനൊക്കെ ഇതിൽ ഉൾപ്പെടുത്തി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്ന് നമ്മൾ ചായ അടിച്ചാണ്. അപ്പോൾ
നമ്മളെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.